ഹായ് എവരി വൺ, നമ്മൾ നോക്കുന്ന 23 ജാനുവരിയിൽ നടന്ന 2026 നമ്മുടെ JEE മെയിൻ്റെ ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അതിലെ ഫസ്റ്റ് ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ഇവിടെ നമുക്ക് f(x) എന്നൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ f(x) ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, a mod x plus x square minus 2 sin mod x cos mod x divided by x where x not equal to 0 and b when x equal to 0 then is continuous at x equal to 0 then a plus b എത്രയെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ, റെഡി. അപ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഫംഗ്ഷനെ ആദ്യം ഒന്ന് ചെറുതാക്കി ഞാനൊന്ന് മാറ്റുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, f(x) ഈക്വൽ ടു അല്ലെ, f(x) ഈക്വൽ ടു ഇവിടെ നോക്കി മക്കളെ a mod x പ്ലസ് x സ്ക്വയർ മൈനസ് ഇത് നോക്കി 2 sin x cos x എന്നുള്ള ഫോമില. 2 sin x cos x എന്ന് sin 2x അല്ലേ, റെഡി. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, sin 2 mod x ബൈ x എന്ന് കൊടുക്കാം. എപ്പം x നോട്ട് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത്. അപ്പോൾ x നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലേ. LHLും അതുപോലെ തന്നെ നമ്മുടെ RHLും എന്താണ്, ഈക്വൽ ആണ്. സോ നമുക്ക് LHLും RHLും ആദ്യം കണ്ടുപിടിക്കാം. സോ LHL എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. LHL എടുക്കുമ്പോൾ ഇവിടെ വളരെയധികം കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f(x) ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 0 മൈനസ് f(x) 0ക്കാൾ താഴെ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടെ mod x ഉള്ളത് കൊണ്ട് നമുക്ക് mod xന്റെ ഡെഫിനിഷൻ എങ്ങനെയാ, mod x ഈക്വൽ ടു x വെൻ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് x വെൻ x ലെസ് ദാൻ 0 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് x ലെസ് ദാൻ 0 ആകുമ്പോൾ ഈ mod x എല്ലാം എന്തായി പോകും, മൈനസ് x ആയി മാറും അല്ലേ, റെഡി. അപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്താവും, LHL പറയുന്ന സമയത്ത് ലിമിറ്റ് x ഇൻറ്റു 0 mod x മൈനസ് ax വരും. എവിടെ a mod x എന്നുള്ളിടത്ത് mod xന്റെ വാല്യൂ മൈനസ് ആവും. ദെൻ x സ്ക്വയർ ദെൻ sin 2 mod x എന്താവും, മൈനസ് x ആവും. സോ x സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് sin x വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് sin 2x കിട്ടും. ഓക്കെ, റെഡി അല്ലേ മക്കളെ. ദെൻ ഹോൾ ഡിവൈഡ് ബൈ x. സോ ഇനി നമുക്ക് ഇത് x കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്താൽ ലിമിറ്റ് x ടെൻഡ് ടു 0 മൈനസ് a പ്ലസ് x ദെൻ sin 2x ബൈ x. റെഡി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്കിത് മൈനസ് a ആവും, ഇവിടെ 0 വരും. ദെൻ ലിമിറ്റ് x ടെൻഡ് 0 sin 2x ബൈ x എത്രയാ, 2 ആണ്. റെഡി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ മൈനസ് a പ്ലസ് 2 എന്ന് കിട്ടും നമുക്ക് LHL. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, RHL കണ്ടുപിടിക്കണം. ഓക്കെ, RHL എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് f(x) അല്ലേ. അപ്പം നമുക്ക് ആ mod x പോസിറ്റീവായി മാറും. അപ്പം ലിമിറ്റ് x ടെൻസ് ടു 0 ax പ്ലസ് x സ്ക്വയർ മൈനസ് sin 2x ഡിവൈഡ് ബൈ x എന്ന് വരും. സോ ഇവിടെ നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 a പ്ലസ് x ദെൻ മൈനസ് sin 2x ബൈ നമ്മുടെ x വരും. സോ ഇവിടെ നമുക്ക് a മൈനസ് 2 എന്നും കിട്ടും. റെഡി അല്ലേ മക്കളെ. ഓക്കെ, സോ നിങ്ങളുടെ sin x ബൈ x 1 ആണ്. സോ sin 2x ബൈ x നമുക്ക് 2 വരും. ഓക്കെ, റെഡി. അത് അങ്ങനെ ചെയ്യുന്നതൊക്കെ പ്രോപ്പർട്ടിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ LHLും RHLും നമുക്ക് ഇവിടെ എന്താണ്, ഈക്വൽ ആണ് അല്ലേ. LHL ഈക്വൽ ടു RHL നമുക്ക് കിട്ടും. സോ LHL എന്തുവായിരുന്നു മക്കളെ, മൈനസ് a പ്ലസ് 2, RHL a മൈനസ് 2 എന്നാണ് അല്ലേ. അപ്പം നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് 2a ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടും. സോ a ഈക്വൽ ടു നമുക്ക് 2 കിട്ടി. റെഡി. ഇനി നമുക്കറിയാം കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് f(0) എത്രയാണ് മക്കളെ, f(0) b ആണ്. ആ വാല്യൂനോട് എന്താണ്, ഇത് ഈക്വൽ ആയിരിക്കും അല്ലേ. f(0) ഈക്വൽ ആയിരിക്കും, LHL ഈക്വൽ ടു RHL ആയിരിക്കും അല്ലേ. സോ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് a പ്ലസ് 2 ഈക്വൽ ടു b എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, ബി മൈനസ് എയുടെ വാല്യൂ -2 പ്ലസ് 2 നമുക്ക് ബി, അതായത് ബിയുടെ വാല്യൂ നമുക്ക് 0 കിട്ടി. നമുക്ക് വേണ്ടത് a പ്ലസ് ബിയുടെ വാല്യൂ ദാറ്റ് ഈസ് 2 പ്ലസ് 0 നമുക്ക് 2 എന്ന് കിട്ടും. സോ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. റെഡി അല്ലേ.